ഗൈസ് ഡോക്ടറെ കാണിച്ചിട്ടുള്ള വരുന്ന വഴിയാണ് കേട്ടോ. ശ്വാസം മുട്ടാണ്, എനിക്ക് ക്ലൈമറ്റൊക്കെ മാറി തന്നെയാണ് തോന്നുന്നത്. ശ്വാസം എടുക്കാനേ കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് വരുന്ന വഴിയാണ്. ഇതൊരു മലയാള ചേട്ടൻ്റെ കടയാട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കത്തിരിക്കലാണ് നിതിരേട്ടൻ്റെ പണി. അങ്ങനെ ഞാനിവിടെ പോസ്റ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിരിയാണി ഷോപ്പിൽ കയറി. അവിടെ സൂപ്പ് കിട്ടും. അപ്പോൾ ഏതായാലും തണുപ്പാണല്ലോ, കുറച്ച് ചൂട് സൂപ്പ് കുടിക്കാനായിരുന്നു. എൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചു ഗൈസ്. അങ്ങനെ ദേവട്ടനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ജീരകമിഠായി ഉണ്ടല്ലോ, അതിരുന്ന് കഴിക്കലാണ്. അത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ചോറ് പോലും എൻ്റെ കുട്ടി ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതങ്ങനെ കുറച്ചേ കൊടുക്കലുള്ളൂ കേട്ടോ, കാരണം ഭയങ്കര മധുരമല്ലേ. അപ്പോഴേക്കും നമ്മുടെ സൂപ്പ് എത്തി. നമ്മൾ 1/2 എടുത്തിട്ടുള്ളത്, കാരണം ഒന്ന് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റില്ല എന്ന് കരുതിയോണ്ടാണ് അതെടുത്തത്. നല്ല ചൂട് സൂപ്പ് ഊതി ഊതി കുടിക്കാനാണ് ഗൈസ് എനിക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ ചൂട് സൂപ്പ് കുടിച്ച് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ചൂട് സൂപ്പ് കുടിക്കുന്നതാണ് ഗൈസ് ഏറ്റവും. അങ്ങനെ നമ്മൾ പച്ചക്കളർ ബിരിയാണി കൂടെ ഓർഡർ ചെയ്തു. പച്ചക്കളർ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണ്ണി ബിരിയാണി കേട്ടോ. കുറച്ച് നല്ല ഫ്ലേവർ ആയിട്ടുള്ള ബിരിയാണിയാണ്, എനിക്കിവിടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ബിരിയാണി കഴിക്കാമെന്ന്. ഇതിനായിട്ട് രാത്രി ചോറ് മതിയായിരുന്നു. അങ്ങനെ സൂപ്പ് കുടിച്ച് സൂപ്പിലിടുന്ന പൊരിപ്പ് അവസാനമാണ് കേട്ടോ കിട്ടി. അങ്ങനെ അതുകൂടെ ഇട്ട് നമ്മൾ അതും ഫുള്ള് കലക്കി